നീർപ്പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ കല്യാണ മുഹൂർത്തത്തിന്റെ സമയം അടുക്കാറായി. അടുക്കളയിൽ നിന്നും ഒഴുകിയെത്തുന്ന ബിരിയാണിയുടെയും നെയ്റോസ്റ്റിന്റെയും മനം മയക്കുന്ന സുഗന്ധത്തെ, ആ അന്തരീക്ഷത്തെ ഒരു യഥാർത്ഥ ഉത്സവപ്പറമ്പാക്കി മാറ്റി. പെണ്ണിന്റെ അമ്മാവനായ ബീരാൻ തിരക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. കല്യാണത്തിന്റെ മുഴുവൻ മേൽനോട്ടവും ബീരാന്റെ ചുമതലയിലാണ്. അതിഥികളെ സ്വീകരിക്കാനും ഭക്ഷണം വിളമ്പുന്നതിന്റെ കാര്യങ്ങൾ നോക്കാനും ഓടി നടക്കുന്ന തിരക്കിലാണ്. തികച്ചും അപ്രതീക്ഷിതമായി ബീരാന്റെ കണ്ണുകൾ പെട്ടെന്ന് ആ ഒരു കാഴ്ച ഉടക്കിയത്. പ്രവേശന കവാടത്തിലൂടെ ചിരിച്ചു കളിച്ച് കടന്നുവരുന്ന രവീന്ദ്രനെയും കുടുംബത്തെയും. ബീരാന്റെ നെഞ്ചിരിപ്പ് നിമിഷ നേരം കൊണ്ട് ഇരട്ടിയായി. കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് പോലെ അയാൾക്ക് തോന്നി. എന്റെ റബ്ബേ, ഇവരിവിടെ എങ്ങനെ എത്തി? അയാൾ അറിയാതെ മന്ത്രിച്ചുപോയി. രവീന്ദ്രൻ, സച്ചി, രേവതി, ചന്ദ്രമതി, ശ്രീകാന്ത്, വർഷ എല്ലാവരും ഉണ്ട് ആ കൂട്ടത്തിൽ. ബീരാന്റെ നെറ്റിയിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു നിമിഷം അയാൾക്ക് മനസ്സിലായില്ല. രവീന്ദ്രന്റെ കുടുംബം തന്നെ ഇവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന വിപത്തുകളെ ആലോചിച്ചപ്പോൾ വീരാന്റെ തൊണ്ട വരണ്ടു. ശ്രുതിയും താനും ചേർന്ന് ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ച കള്ളത്തരങ്ങൾ മുഴുവൻ അതോടുകൂടെ പൊളിയും. വെറും ഒരു കള്ളത്തരമല്ല, താൻ ഒരു വലിയ ചതിക്ക് കൂട്ടുനിന്നു എന്ന് പേരും കൂടി വരും. പെണ്ണിന്റെ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുന്നിൽ താൻ തല കുനിച്ച് നടക്കേണ്ടി വരും. കുടുംബത്തിന്റെ മാനം കാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതായിരിക്കുമെങ്കിലും സത്യം പുറത്തു വന്ന ആരും അത് വിശ്വസിക്കില്ല. ഇല്ല, എന്നെ ഇവർ ഇവിടെ വെച്ച് കാണാൻ പാടില്ല, ബീരാൻ സ്വയം പറഞ്ഞു. അയാൾ പെട്ടെന്ന് തന്നെ വലിയൊരു തൂണിന്റെ മറവിലേക്ക് മാറി നിന്നു. വിറക്കുന്ന കൈകളോടെ പോക്കറ്റിൽ നിന്നും മൊബൈൽ ഫോൺ എടുത്ത് ശ്രുതിയെ വിളിച്ചു. ശ്രുതി വിളിക്കുക മാത്രമാണ് ഇനി തന്റെ മുന്നിലുള്ള ഒരേ ഒരു വഴി. അവളോട് കാര്യം പറയണം. ഫോൺ റിങ് ചെയ്യുന്നത് പക്ഷേ ആരും എടുക്കുന്നില്ല. മണവാട്ടി ഒരുക്കുന്ന തിരക്കിലായിരുന്നു ശ്രുതി. ഒരു പക്ഷേ മൊബൈൽ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ബീരാന്റെ ഉള്ളിലെ ഭയം പിന്നെ ദേഷ്യമായി മാറാൻ തുടങ്ങി. ഏറ്റവും അത്യാവശ്യമുള്ള സമയത്ത് ഇവൾക്ക് എന്താ ഫോൺ എടുക്കാൻ വയ്യേ? അയാൾ വീണ്ടും ഇങ്ങനെ വിളിച്ചു നോക്കി. ഫലം നിരാശയായിരുന്നു. തൂണിന്റെ മറവിൽ നിന്നും പതുക്കെ തലയിട്ട് അയാൾ മുൻപിലേക്ക് നോക്കി. രവീന്ദ്രനും കൂട്ടരും ഹാളിലേക്ക് നടന്നു വരികയാണ്. അവർ ഏത് നിമിഷവും തന്റെ മുന്നിൽ വന്നുപെടാം. ഇനി ഇവിടെ നിൽക്കുന്നത് സുരക്ഷിതമല്ല. ആരുടെയെങ്കിലും കണ്ണുപെടുന്നതിന് മുൻപേ തന്നെ ഇവിടെ നിന്നും മാറണം. തൽക്കാലം ആരും ശ്രദ്ധിക്കാതെ അടുക്കള ഭാഗത്തേക്ക് പോയി നിൽക്കാം. അവിടേക്ക് ഒന്ന് സഹായിക്കുന്നത് പോലെ നിന്ന ആരും അന്വേഷിച്ചു വരില്ലല്ലോ. ബീരാൻ ചുറ്റും നോക്കി. ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം വേഗത്തിൽ അടുക്കളയുടെ പിൻഭാഗത്തേക്ക് നടന്നു മറഞ്ഞു. ഇതേ സമയം കല്യാണപന്തലിന്റെ മറ്റൊരു ഭാഗത്ത് ഏറെ വൈകാരികമായൊരു രംഗം അരങ്ങേറുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ സൗഹൃദമുണ്ട് രവീന്ദ്രനും അശോകനും തമ്മിൽ. പരസ്പരം മുഖം നോക്കിയാൽ അറിയാം ഉള്ളിലെ സങ്കടം. അശോകന്റെ തോളിൽ സ്നേഹത്തോടെ ഒന്ന് തട്ടിയതിനു ശേഷം രവീന്ദ്രൻ തന്റെ പോക്കറ്റിൽ നിന്നും കിട്ടിയിട്ടുള്ള ആ ഒരു കവർ പുറത്തേക്കെടുത്തു. അത് അശോകന് നേരെ നീട്ടി. എന്താ രവി ഇത്? അശോകൻ അത്ഭുതത്തോട് ചോദിച്ചു. നീ ഇതങ്ങ് വെച്ചേക്ക് അശോക, ഇന്നത്തെ ആവശ്യങ്ങൾക്ക് ഇത് വെച്ചേക്കൂ അശോക, ഇന്നത്തെ ആവശ്യങ്ങൾക്ക് ഇത് ഉപകരിക്കും. രവീന്ദ്രന്റെ ശബ്ദത്തിൽ നിർബന്ധമുണ്ടായിരുന്നു. കവറിന്റെ കനം കണ്ടപ്പോൾ തന്നെ അശോകന് കാര്യം മനസ്സിലായി. അതിൽ നിറയെ പണമാണെന്ന്. അയാൾ പെട്ടെന്ന് പിന്നോട്ട് മാറി. വേണ്ട രവി, എനിക്കിതൊന്നും വേണ്ട. നീ എന്തിനാ ഇങ്ങനെയൊക്കെ? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല അശോക, രവീന്ദ്രന്റെ സ്നേഹത്തോടെ ശാസിച്ചു. നിനക്ക് ഈ സമയത്ത് ഒരുപാട് ചെലവുകളൊക്കെ ഉള്ളതല്ലേ? മോളുടെ കല്യാണല്ലേ, ഒരുപാട് ആവശ്യങ്ങൾ കാണും. ഇത് വെച്ചേക്ക്. ഇതിലൊരുപാട് കാശുണ്ടല്ലോ രവി. അശോകന്റെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ഞാൻ തരുന്നു, നീ ഇത് മേടിക്കണം. എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാ. അശോകൻ വിസമ്മതത്തോടെ തലയാട്ടി. ഈ കല്യാണത്തിന്റെ പകുതി ചെലവ് നോക്കുന്നത് തന്നെ നീയാണ്. ഒരു സുഹൃത്തി എന്ന നിലയിൽ നീ ചെയ്യേണ്ടതിനപ്പുറം നീ ചെയ്തു കഴിഞ്ഞു. അതിന്റെ പുറമെ ഇനി കാശും കൂടി ഞാൻ മേടിക്കണമെന്നാണോ നീ പറയുന്നത്? ഇല്ല, ഇത് ഞാൻ മേടിക്കില്ല. രവീന്ദ്രൻ അശോകന്റെ കൈകൾ മുറുകെ പിടിച്ചു. എന്റെ കയ്യിലുള്ളത് കൊണ്ടല്ലേടാ ഞാൻ തരുന്നത്, നീ ഇത് വാങ്ങിക്ക്. നിനക്ക് ഇത്രയും കാശ് മേടിക്കാൻ മടിയാണെങ്കിൽ നിന്റെ കയ്യിൽ ഉണ്ടാവുമ്പോൾ എനിക്കിത് തിരിച്ചു തന്നാൽ മതി. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഞാൻ നിന്നോട് ചോദിച്ചു വെക്കാം, പോരെ? അശോകൻ ഒരു നിമിഷം രവീന്ദ്രനെ നോക്കി നിന്നു. അയാളുടെ തൊണ്ടയിടറി. രവി, നിനക്ക് എന്താവശ്യം വരാനാടാ? നിന്റെ മക്കൾ നിനക്ക് പൈസക്ക് വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ലല്ലോ. നല്ല രീതിയിൽ ജോലി ചെയ്ത് ജീവിക്കുന്നവരാ അവര്. അങ്ങനെ മറ്റുള്ളവർക്ക് മുൻപിൽ കൈനീട്ടേണ്ട ഒരു അവസ്ഥ നിനക്ക് വരാനും നിന്റെ മക്കൾ ഒരിക്കലും സമ്മതിക്കില്ല. പിന്നെ നീ എന്തിനാടാ ഈ പാവത്തോട്? അശോകന് ഈ വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. രവീന്ദ്രന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. തന്റെ മക്കളെക്കുറിച്ചുള്ള ആ വാക്കുകൾ കേട്ടപ്പോൾ അയാളുടെ ഹൃദയം അഭിമാനം കൊണ്ട് നിറഞ്ഞു. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം തന്റെ മക്കളാണെന്നും ഈ സൗഹൃദമാണെന്നും അയാൾക്ക് തോന്നി. അയാൾ ബലമായി ആ ഒരു കവർ അശോകന്റെ പോക്കറ്റിലേക്ക് അങ്ങ് വെച്ചു കൊടുത്തു. എന്നാൽ ഈ സ്നേഹപ്രകടനങ്ങളെല്ലാം തന്നെ കുറച്ചകലെ മാറി നിന്ന് വീക്ഷിക്കുന്നുണ്ടായിരുന്നു ചന്ദ്രമതി. അവരുടെ മുഖത്ത് പുച്ഛവും ദേഷ്യവും നിഴലിച്ചു. ഓരോ നിമിഷവും അവളുടെ ഉള്ളിലെ വെറുപ്പ് ആളിക്കത്തുന്നുണ്ടായിരുന്നു. ഒടുവിൽ സഹിക്കാൻ കഴിയാതെ അവർ അടുത്തു നിന്ന മകൻ ശ്രീകാന്തിനോടും മരുമകൾ വർഷയോടുമായി പറഞ്ഞു തുടങ്ങി. കണ്ടില്ലേ നിങ്ങളുടെ അച്ഛൻ്റെ ഒരു പോക്ക്? അയാൾ വേണ്ടാന്ന് എത്ര വട്ടം പറഞ്ഞിട്ടും നിങ്ങളുടെ അച്ഛൻ ഇത് എന്തിനാ അങ്ങനെ നിർബന്ധിച്ച് അങ്ങോട്ട് കൊടുക്കുന്നത്? അത്രക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ആ പൈസ വാങ്ങിച്ച് ഇങ്ങോട്ട് തിരിച്ചു തന്നൂടെ? ഈ വീട്ടിലെ ആവശ്യങ്ങൾക്ക് കാശില്ല എന്ന് പറയുന്ന ആളാ. പുറത്തുള്ളവരെയൊക്കെ കാണിക്കാൻ വേണ്ടി വലിയ ദാനപ്രഭു ചുമയുകയാണ്. ചന്ദ്രമതിയുടെ വാക്കുകളിലെ വിഷം ശ്രീകാന്തിന് നേരെ പിടിച്ചില്ല.
അവൻ ശാന്തമായി എന്ന ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അമ്മേ, അച്ഛൻ അത് അച്ഛന്റെ സ്നേഹത്തിന്റെ പുറത്ത് കൊടുക്കുന്നതല്ലേ? അശോകനങ്ങൾ അച്ഛന് ജീവനാണെന്ന് അമ്മക്കറിയില്ലേ? കൊടുക്കേണ്ടമ്മേ, കൊടുക്കട്ടമ്മേ. അതിന് അമ്മയ്ക്ക് എന്താ ഇത്ര ദേഷ്യം? ഓ, വലിയ സ്നേഹം. ചന്ദ്ര ചുണ്ടുകൂട്ടി. ഇങ്ങനെ കുറെ പേർക്ക് ഇങ്ങനെ കടമയായിട്ട് കൊടുത്തിട്ടുണ്ട്. അവരൊന്നും ഇന്നേ വരെ ഒരൊറ്റ പൈസ പോലും തിരിച്ചു തന്നിട്ടില്ല. ഇതും അതുപോലെ തന്നെയായിരിക്കും. തരാമെന്ന് പറഞ്ഞിട്ടൊക്കെ അശോകൻ മേടിക്കുന്നുണ്ട്. എനിക്കുറപ്പാ അയാളത് തിരിച്ചൊന്നും തരാനൊന്നും പോകുന്നില്ല എന്ന്. ഇത്തവണ മറുപടി പറഞ്ഞത് വർഷയാണ്. അതെ ആന്റി, തിരിച്ചു തരാൻ വേണ്ടി കൊടുത്തതിന്റെ പേരിലാണ് കടം. ഇത് സ്നേഹത്തിന്റെ പുറത്ത് കൊടുക്കുന്നതാണ്. അത് തിരിച്ചു കിട്ടിയില്ലെങ്കിലും അങ്ങളിനൊരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല. അവർ തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ് ആന്റി. മരുമകളുടെ മറുപടി കൂടിയപ്പോൾ ചന്ദ്രമതിയുടെ നിയന്ത്രണം വിട്ടു. ഓ, ഇവരോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. എന്തിനും ഏതിനും മറുപടി ഉണ്ടല്ലോ രണ്ടാൾക്കും. ആ അച്ഛന്റെ പഠിച്ച മകൾ. ചന്ദ്രമതി ദേഷ്യത്തോടെ മുഖം വെട്ടിച്ചു. ശ്രീകാന്ത് അമ്മയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അശോകൻ അങ്കിൾ എന്ന് പറഞ്ഞ അച്ഛന് ജീവനാണമ്മേ. അച്ഛന്റെ ആത്മാർത്ഥ സുഹൃത്ത്. അച്ഛനുള്ളതുപോലെ തന്നെ ചെയ്യട്ടെ. അമ്മ എന്തിനാ വെറുതെ ഇങ്ങനെ അസൂയപ്പെടുന്നത്? ചന്ദ്രമതി പിന്നെ ഒന്നും മിണ്ടാതെ നിന്നു. പക്ഷേ അവരുടെ കണ്ണുകളിൽ പക എരിയുന്നുണ്ടായിരുന്നു. ഇതേ സമയം അശോകൻ കണ്ണുനീർ തുടച്ചുകൊണ്ട് രവീന്ദ്രനോട് പറഞ്ഞു. നിങ്ങൾ വന്നിട്ട് ഇതേവരെ ഇഡ്ഡലിയോ സാമ്പാറൊന്നും കഴിച്ചില്ലല്ലോ. നിങ്ങൾ പോയി കഴിക്ക്. ഞാൻ ബാക്കി കാര്യങ്ങളൊന്നും നോക്കട്ടെ. രവീന്ദ്രൻ സച്ചിയെ നോക്കി. വാടാ സച്ചി, എന്നാ നമുക്ക് പോയി കഴിക്കാം, വിശക്കുന്നുണ്ട്. അപ്പോൾ തന്നെ രേവതി ഇടപെട്ടു. ഞാൻ ശ്രുതി വന്നിട്ട് ഒന്നിച്ച് കഴിച്ചോളാം അച്ഛാ. ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്നോളാം. സച്ചിയും ശ്രീകാന്തും രവീന്ദ്രനൊക്കെ ഭക്ഷണം കഴിക്കാൻ ഊട്ടുപുര ലക്ഷ്യമാക്കി നടന്നു. വർഷയോട് കൂടെ വരുന്നോ എന്ന് ചോദിച്ചപ്പോൾ താനും രേവതി ചേച്ചിയുടെ കൂടെ കഴിച്ചോളാമെന്ന് അവളും മറുപടി പറഞ്ഞു. അങ്ങനെ ആണുങ്ങൾ 3 പേരും ഭക്ഷണം കഴിക്കാൻ പോയി. സ്ത്രീകൾ 4 പേരും അവിടെ തന്നെ ചിലവഴിച്ചു. ഇതേ സമയം മണവാട്ടിയെ അണിയിച്ചൊരുക്കുന്ന മുറിയെ കാണിക്കുന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ തങ്ങളുടെ പണി പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. കണ്ണാടിക്ക് മുന്നിലിരിക്കുന്ന പുതുനാരിയെ കണ്ട് ശ്രുതി തൃപ്തിപ്പെടുന്നു. തന്റെ മേക്കപ്പ് കഴിഞ്ഞപ്പോഴാണ് അവൾ തന്റെ മൊബൈൽ ഫോൺ ശ്രദ്ധിച്ചത്. സ്ക്രീനിൽ നിറയെ മിസ് കോള്. എല്ലാം ബീരാന്റെ വകയാണ്. ബീരാനോ ഈ സമയത്ത് എന്തിനാ ഇത്രയും തവണ വിളിച്ചത്? അവൾക്ക് സംശയമായി. എന്തോ പ്രധാനപ്പെട്ട കാര്യമുണ്ടെന്ന് അവൾക്ക് തോന്നി. ഉടനെ തന്നെ അവൾ ബീരാന്റെ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു. 1ാമത്തെ റിംഗിൽ തന്നെ ബീരാൻ ഫോൺ എടുത്തു. ശ്രുതി, നീ ഇതെവിടെയാ? ബീരാന്റെ ശബ്ദത്തിൽ വലിയൊരു പരിഭ്രാന്തി ഉണ്ടായിരുന്നു. ഞാൻ ദേ ഒരു കല്യാണ പെണ്ണിനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. എന്താ കാര്യം ബീരാൻ? എന്തിനാ ഇത്രയും തവണ വിളിച്ചത്? എനിക്ക് ഉടനെ തന്നെ ശ്രുതിയൊന്ന് കാണണം, നേരിട്ട് കാണണം, ബീരാൻ തീർത്തു പറഞ്ഞു. ശ്രുതിക്ക് അത്ഭുതം തോന്നി. ബീരാൻ, ഞാനിപ്പോൾ ഒരു ഫംഗ്ഷനാണ് ഉള്ളത്. അവിടെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കിവിടെ മാറാൻ നിന്ന് പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞത്. ഞാനും ആ ഫംഗ്ഷനിൽ തന്നെയുണ്ട്. ബീരാന്റെ വാക്ക് കേട്ടപ്പോൾ ശ്രുതിയുടെ തലച്ചോറിലൂടെ ഒരു ഇടിമിന്നൽ കടന്നുപോയി. കയ്യിലിരുന്ന ഫോണ് പെട്ടെന്ന് താഴെ വീഴാതെ അവൾ കഷ്ടപ്പെട്ട് പിടിച്ചു. എന്ത്? ബീരാൻ ഈ ഫംഗ്ഷൻ ഉണ്ടെന്നോ? ഇവിടെ എവിടെയാണ്? അവളുടെ ശബ്ദം വിളിച്ചു. അതെ, എനിക്ക് നിന്നെ കാണണ്ടേ പറ്റുള്ളൂ. നീ വേഗം വാ. 2 പേരും ആരും കാണാതെ ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് അങ്ങോട്ടേക്ക് വന്നു. ഹാളിൽ തന്നെ അധികം ആളുകൾ വരാത്ത പടികെട്ടുകൾക്ക് താഴെയുള്ള ഒരിടത്തേക്ക്, ഒരു മൂലയിലേക്ക് അവർ ഫിക്സ് ചെയ്തു. ചുറ്റും നോക്കി ആരും കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ശ്രുതി അങ്ങോട്ടേക്ക് നടന്നു. അയാളുടെ ഹൃദയം അങ്ങനെ പെടപെടാ പിടിക്കുന്നുണ്ടായിരുന്നു. അവിടെ ബീരാൻ വിയർത്ത് കുളിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അയാളെ കണ്ട ഉടനെ തന്നെ ശ്രുതി ചോദിച്ചു. ബീരാൻ എന്താ ഇവിടെ? നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പോകണം. എൻ്റെ ഫാമിലി മൊത്തം ഇവിടെയുണ്ട്. ബീരാൻ അവളെ രൂക്ഷമായി നോക്കി. നിങ്ങളെന്താ ഇവിടെ? നിങ്ങൾ ആദ്യം ഇവിടെ നിന്ന് പോകൂ, എന്നിട്ട് എന്നോട് പോവാൻ പറയൂ. ശ്രുതിയുടെ കണ്ണുകൾ വിടർന്നു. ഞങ്ങൾ പോവാനോ? ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ കല്യാണമായത്. അങ്കിളിന്റെ ഉറ്റ സുഹൃത്താണ് ഈ പെണ്ണിന്റെ അച്ഛൻ. അതുകൊണ്ടാണ് ഞങ്ങൾ ഫാമിലിയോട് തന്നെ കല്യാണം കൂടാൻ വേണ്ടി വന്നത്. ഇപ്പോൾ ഞാൻ മാത്രം പോയാലും കാര്യമില്ല. എൻ്റെ ഫാമിലി മൊത്തം ഇവിടെ ഉണ്ടാവും. അവരെങ്ങാനും ബീരാനെ കണ്ടു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. ഒരുപാട് ചോദ്യങ്ങളൊക്കെ പിന്നെ അവർക്ക് ബീരാനോട് ചോദിക്കാനുണ്ടാവും. അതെനിക്ക് താങ്ങാൻ പറ്റില്ല. പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ബീരാൻ ഒന്ന് പോകണം. ശ്രുതിയുടെ കൈകൾ കൂപ്പുകൈ പോലെയായി. എന്നാൽ ബീരാന്റെ മുഖത്ത് ഒരു മാറ്റവും ഉണ്ടായില്ല. നിങ്ങൾക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണോ ഈ കല്യാണം, അതിന്റെ അപ്പുറത്ത് പ്രധാനപ്പെട്ടതാ എനിക്ക് ഈ കല്യാണം. ശ്രുതിക്കൊന്നും മനസ്സിലായില്ല. അവൾ ചോദ്യഭാവത്തിൽ അയാളെ നോക്കി. ബീരാൻ ഗാഠമായി ഒന്ന് നെടുവീർപ്പിട്ടു. ഈ കല്യാണ ചെക്കൻ ഫെബിൻ ആരാണെന്ന് നിനക്കറിയാമോ? എന്റെ പെങ്ങളുടെ മോനാ അവൻ. എന്റെ സ്വന്തം മോനെ പോലെയാ എനിക്കവൻ. അവന്റെ കല്യാണത്തിന് സർവ്വ കാര്യങ്ങളും നോക്കി നടത്തേണ്ട ഞാൻ ഇവിടെ നിന്ന് പോകണമെന്നാണോ ശ്രുതി പറയുന്നത്? ശ്രുതി ഒരു നിമിഷം ശ്വാസമെടുക്കാൻ പോലും മറന്നുപോയി. അവൾ അത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചെത്താത്ത ഒരു വമ്പൻ ട്വിസ്റ്റായിരുന്നു അത്. ഭൂമിക്ക് വട്ടം തിരിയുന്നത് പോലെ അവൾക്ക് തോന്നി. എനിക്കങ്ങനെ മാറി നിൽക്കാനൊന്നും പറ്റില്ല ശ്രുതി. ബീരാൻ ഉറപ്പിച്ചു പറഞ്ഞു. ഞാൻ എൻ്റെ പെങ്ങളുടെ മോന്റെ കല്യാണം കൂടും. ശ്രുതിക്കു മുന്നിൽ വേറെ വഴികളുണ്ടായിരുന്നല്ലോ. അവൾ തന്റെ അഭിനയ പടവം പുറത്തെടുത്തു. കണ്ണുകൾ കൃത്യമായി കണ്ണുനീർ വരുത്തിക്കൊണ്ട് അവൾ വിതുമ്പി. ബീരാനെ, പ്ലീസ്. ബീരാൻ എങ്ങാനും ഇവിടെ വെച്ച് എൻ്റെ വീട്ടുകാർ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം അതോടുകൂടെ തീർന്നു. പിന്നെ എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. അവരെന്നെ അടിച്ചു പുറത്താക്കും. എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കി ബീരാനെ, ഞാൻ കാല് പിടിക്കാം. അവളുടെ കള്ളക്കരച്ചിൽ കണ്ടപ്പോൾ ബീരാന്റെ കഠിനമായ മനസ്സ് പതുക്കെ അലിയാൻ തുടങ്ങി. ഒരു പെൺകുട്ടിയുടെ ജീവിതം തന്റെ കാരണം കൊണ്ട് തന്നെ തകരരുതെന്ന് അയാൾ ആഗ്രഹിച്ചു. ശ്രുതി, നീ വിഷമിക്കേണ്ട, കരയാതിരിക്ക്, ബീരാൻ ആശ്വസിപ്പിച്ചു.
ഞാൻ അവളുടെ കണ്ണിൽപ്പെടാതെ മാറി നിന്നോളാം, അതുപോലെ. അല്ലാതെ ഈ കല്യാണത്തിൽ നിന്നും എനിക്ക് പൂർണ്ണമായി മാറി നിൽക്കാനൊന്നും പറ്റത്തില്ല. ശ്രുതിക്ക് പകുതി ആശ്വാസമായി. എന്നാ ശരി ബീരാനെ, അവരുടെ കണ്ണിൽപ്പെടാതെ നിന്നാ മാത്രം മതി. അത്രയെങ്കിലും നീ ചെയ്യാമല്ലോ. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. ബീരാൻ മുന്നറിയിപ്പ് നൽകി. താലി കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും വേഗം വീട്ടിലേക്ക് പോകണം. എല്ലാവരും കൂട്ടിക്കൊണ്ടു പോകേണ്ട ഉത്തരവാദിത്വം നിനക്കാണ്. കാരണം ഇവിടെ ഒരുപാടധികം ചടങ്ങുണ്ട്, എനിക്ക് ചെയ്യാനുണ്ട്. ആണുങ്ങളുടെ ഭാഗത്ത് നിന്ന് കാരണവർ ഞാനാണ്. അതുകൊണ്ടാ എനിക്ക് അവരുടെ മുന്നിലൊന്ന് വന്ന് നിൽക്കേണ്ടി വരും. അതിനു മുൻപ് നീ എല്ലാവരെയും കൂട്ടി വീട്ടിലേക്ക് പോകണം. ശ്രുതി സമ്മതിക്കണമെന്നോണം വേഗം തലയാട്ടി. ആ കാര്യം ഞാൻ ഏറ്റു. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് അവരൊക്കെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയിക്കോളാം. പക്ഷേ കല്യാണം കഴിയുന്നതുവരെ ബീരാൻ ഇവിടെ ആരുടെയും മുന്നിൽ വന്ന് നിൽക്കരുത്, പ്ലീസ്. ബീരാൻ അത് സമ്മതിച്ചു. അവിടെ നിന്ന് പോരുമ്പോൾ ശ്രുതിയുടെ മനസ്സിൽ പകുതി ആശ്വാസവും പകുതി ഭയവുമായിരുന്നു. ഇനി എങ്ങാനും സച്ചിയുടെ രേവതിയുടെ കണ്ണിൽപ്പെട്ട എല്ലാം തീർന്നുവെന്ന ആ ഒരു ചിന്ത അവളെ നെഞ്ചെടുപ്പ് കൂട്ടിക്കൊടുന്നു. വിവാഹ പന്തലിൽ ഭയപ്പെടുത്തുന്ന അന്തരീക്ഷത്തിൽ നിന്നും ഊട്ടുപുരയുടെ സ്വാദിഷ്ടമായ ലോകത്തേക്ക് രവീന്ദ്രനും സച്ചിയും ശ്രീകാന്തും കടന്നു വന്നു. അവിടെ നല്ല തിരക്കുണ്ട്. ഇഡ്ലിയും സാമ്പാറും ചമ്പന്തി വിളമ്പതിന്റെ തിരക്ക്. സുധി എവിടെ പോയി? സച്ചു ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു. അവനെ കാണാനില്ലല്ലോ. അവർ 3 പേരും സുധിയെ അന്വേഷിച്ച് നടന്നു. പെട്ടെന്നാണ് അവർ ആ ഒരു കാഴ്ച കാണുന്നത്. ഒരു മേശയ്ക്ക് മുന്നിലിരുന്ന് മറ്റൊന്നും ശ്രദ്ധിക്കാതെ ഇലയിലെ ഇഡ്ലി ആർത്തിയോടെ തിന്നുകൊണ്ടിരിക്കുകയാണ് സുധി. അവരെക്കാൾ മുൻപേ അവൻ അവിടെ സ്ഥാനം പിടിച്ചിരുന്നു. സച്ചിയും ശ്രീകാന്തും രവീന്ദ്രനും പരസ്പരം നോക്കി ചിരിച്ചു. അവർ പതിയെ സുധിയുടെ അടുത്തേക്ക് ചെന്നു. എന്താടാ സുധി ഇത്? സച്ചി തമാശ രൂപേണ ചോദിച്ചു. ഞങ്ങൾ നിന്നെ അന്വേഷിച്ച് നടക്കുക. നീ ഇവിടെ വന്ന് തട്ടുവാണോ? സുധി വായിലിരുന്ന ആ ഒരു ഇഡ്ലി കഷ്ടപ്പെട്ട് വിഴുങ്ങിയിട്ട് അവനെ നേരെ നോക്കി ഇളിച്ചു. പിന്നെ എനിക്ക് വിശന്നിട്ടൊന്നും പാടില്ല സച്ചി. വയറ്റിൽ എലികൾ കിടന്നിങ്ങനെ ഓടുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വന്ന് കഴിച്ചത്. നീ തുടങ്ങിക്കോ, ഞങ്ങൾ കുറച്ച് കഴിഞ്ഞേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ അത്രയും നേരം അന്വേഷിച്ച് നടക്കില്ലായിരുന്നല്ലോ. ശ്രീകാന്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതൊക്കെ പോട്ടെ, ഇഡ്ലിയും സാമ്പാറും സൂപ്പറാ. നിങ്ങൾ വേഗം വന്നിരുന്ന് കഴിക്ക്. സുധി തന്റെ മുന്നിലിരുന്ന ഇലയിലേക്ക് വീണ്ടും ശ്രദ്ധ തിരിച്ചു. ആ ചെറിയ തമാശ അവരുടെ മനസ്സിൽ മറ്റു ഭാരങ്ങളെല്ലാം തന്നെ അല്പനേരത്തേക്ക് അങ്ങ് മാറ്റിവെക്കാനും സഹായിച്ചു. കല്യാണത്തിന്റെ തിരക്കുകൾ കൂടിക്കൊണ്ടിരുന്നു. ബീരാന്റെ മൊബൈൽ ഫോൺ വിശ്രമമില്ലാതെ ശബ്ദിച്ചുകൊണ്ടേയിരുന്നു. ഹാൾ അറേഞ്ച്മെന്റ്സ്, ലൈറ്റിംഗ്, മൈക്ക് സെറ്റ് എന്നിങ്ങനെ പല കാര്യങ്ങളും അന്വേഷിച്ചുകൊണ്ടുള്ള കോളുകളായിരുന്നു അത്. ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഒരു തൂണിന്റെ മറവിൽ നിൽക്കുമായിരുന്നു ബീരാൻ. അപ്പോഴാണ് ആ ശബ്ദം അയാളുടെ കാതുകളിൽ പതിച്ചത്. ഹാ ബീരാൻ സർ, ഇതെന്താ ഇവിടെ? ബീരാൻ പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞു നോക്കി. മുൻപ് രേവതിയെ തന്റെ ഇറച്ചിക്കടയിലേക്ക് കൊണ്ടുവന്ന അതേ ചേച്ചി. അവരുടെ മുഖത്ത് വലിയൊരു ചിരിയുണ്ട്. ബീരാന് എന്ത് പറയണമെന്ന് മനസ്സിലായില്ല. അയാളൊന്ന് വിക്കി. നിങ്ങൾ എന്താ ഇവിടെ? ഓ, ഈ സ്റ്റേജ് ഡെക്കറേഷനൊക്കെ ചെയ്തത് ഞങ്ങളാ സാറേ. ഞങ്ങൾ അന്ന് പറഞ്ഞ ഞങ്ങൾ വെറും ജോലിക്കാരാ. ഇവിടെ വലിയ ഓർഡർ എടുത്തത് വേറൊരാളാ, ചേച്ചി അഭിമാനത്തോടെ പറഞ്ഞു. അതാരാ? ബീരാൻ വെറുതെ ഒന്ന് ചോദിച്ചു പോയതാണ്. ചേച്ചി ചുറ്റും കണ്ണോടിച്ചു. അവർ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവരുടെ കണ്ണുകൾ ദൂരത്തേക്ക് നീളാൻ തുടങ്ങി. ആ പോകുന്നത് കണ്ടില്ലേ? അപ്പോൾ ഒരു പൂക്കുടയും പിടിച്ച് അവളാണ് രേവതി. അവളാണ് ഇതിൻ്റെയൊക്കെ ഓർഡർ എടുത്തത്. ബീരാന്റെ കണ്ണുകൾ ചേച്ചി ചൂണ്ടി ആ ഒരു ദിക്കിലേക്ക് നീണ്ടു. അവിടെ അലങ്കാരപ്പണികൾക്ക് മേൽനോട്ടം വഹിച്ചുകൊണ്ടിരുന്നു നടന്നു പോകുന്ന രേവതിയെ കണ്ടു. ബീരാന്റെ ഹൃദയം ഒരു നിമിഷം അങ്ങ് നിലച്ചുപോയി. രേവതി, രവീന്ദ്രന്റെ മരുമകൾ രേവതിയാണ് ഈ കല്യാണത്തിന് ഡെക്കറേഷൻ ഓർഡർ എടുത്തിരിക്കുന്നത്. അവൾ എങ്ങാനും തിരിഞ്ഞു നോക്കിയാൽ തന്നെ കണ്ടാ പിന്നെ എല്ലാം തീർന്നു. ഞാനിപ്പോൾ വിളിച്ച് പരിചയപ്പെടുത്തി തരാം സാറേ, ചേച്ചി വലിയ ആവേശത്തിൽ പറഞ്ഞു. രേവതി, അവർ വിളിക്കാൻ വേണ്ടിയിട്ട് വാ തുറന്നു. ഹേയ് വേണ്ട. ബീരാൻ പരിഭ്രമത്തോടെ അവരെ തടഞ്ഞു. അയാളുടെ ശബ്ദം അല്പം ഉയർന്നു പോയിരുന്നു. അത് മറക്കാൻ അയാൾ കഷ്ടപ്പെട്ട് പുഞ്ചിരിച്ചു. അതൊന്നും വേണ്ട ചേച്ചി, ആ കുട്ടി നല്ല തിരക്കിലല്ലേ. പോയിക്കോട്ടെ, ഇനിയും പരിചയപ്പെടാൻ സമയമുണ്ടല്ലോ. ഞാനും ഇപ്പോൾ കുറച്ച് തിരക്കില. ഹോൾ അന്വേഷിച്ച് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടെ പണിയൊക്കെ എടുക്കുക. കല്യാണം കഴിഞ്ഞിട്ട് നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ പോകാൻ പാടുള്ളൂ കേട്ടോ. ഇത്രയും പറഞ്ഞൊലിപ്പിച്ച് വേഗം ചേച്ചി എന്തെങ്കിലും മറുപടി പറയുന്നതിന് മുൻപേ തന്നെ ബീരാൻ അവിടെ നിന്നും വേഗത്തിൽ നടന്നു മാറി. എങ്ങനെയെങ്കിലും ഓരോരുത്തരുടെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾ പാടുപെടുകയായിരുന്നു. വേഗത്തിൽ അയാൾ അവിടെ നിന്ന് നടന്ന് വേഗം സുരക്ഷിതമായി അടുക്കളയിലേക്ക് തന്നെ ഒളിച്ചു. ബീരാൻ പോയതിനു ശേഷം ചേച്ചിമാരെ പരസ്പരം നോക്കി. അപ്പോഴും പണി കഴിഞ്ഞു മടങ്ങി വന്ന രേവതി അവരുടെ അടുത്തേക്ക് എത്തി. ചേച്ചി രേവതിയോടായി പറഞ്ഞു. രേവതി, ഞങ്ങൾ അന്ന് ഇറച്ചി മേടിക്കാൻ വേണ്ടി ഒരു കടയിൽ പോയില്ലേ? വലിയൊരു കട. ആ കടക്കാരന്റെ പെങ്ങളുടെ മോന ഈ കല്യാണ ചെക്കൻ. രേവതി അത്ഭുതത്തോടെ അവരെ നോക്കി. ആഹാ, അയാളാണോ? അന്ന് മുഖം കാണിക്കാൻ പറ്റിയില്ലല്ലോ, ഇന്ന് പരിചയപ്പെടാൻ പറ്റിയില്ലല്ലോ. അശോകനാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പയ്യന്റെ മാമന് വലിയൊരു ഇറച്ചിക്കടയാണെന്ന്. പക്ഷേ പരിചയപ്പെടാൻ പറ്റിയില്ലല്ലോ. അവൾ നേരെ നിരാശയോടെ പറഞ്ഞു. അന്നേരം മറ്റൊരു ചേച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതിനെന്താ രേവതി, നിങ്ങൾക്ക് പരിചയപ്പെടാൻ ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ. ഏതായാലും ഇനി ഈ സ്റ്റേജ് ഡെക്കറേഷനൊക്കെ നന്നായിട്ട് ചെയ്ത് അങ്ങേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാം. ഇനി ആ പേര് പറഞ്ഞ് നമുക്ക് ഇറച്ചി കാശൊക്കെ കുറച്ച് കിട്ടും കേട്ടോ. അങ്ങനെ കുറച്ച് മേടിക്കാം കേട്ടോ. രേവതിയും അത് കേട്ട് ചിരിച്ചു. ആ, അത് ശരിയാ. അവൾ വീണ്ടും തന്റെ പണികളിലേക്ക് തിരിഞ്ഞു. കല്യാണത്തിന്റെ വർണ്ണപ്പങ്കിട്ടുകൾ ഓരോ ഫോട്ടോ എടുക്കുന്ന തിരക്കിലായിരുന്നു വർഷ. അവൾ തന്റെ മൊബൈൽ ക്യാമറയുമായിട്ട് ചന്ദ്രമതിയുടെ അടുത്തേക്ക് വന്നു. ആന്റി, ഇവിടെ നിൽക്ക്.
കുറച്ച് ഫോട്ടോസ് എടുക്കാം, വർഷ പറഞ്ഞു. ചന്ദ്ര സന്തോഷത്തോടെ പോസ് ചെയ്തു. ആന്റിയെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഇന്നത്തെ ഈ ഒരു സാരിയിൽ, വർഷ പുകഴ്ത്തി. ആ പ്രശംസ കേട്ടപ്പോൾ ചന്ദ്രമതിയുടെ മുഖത്ത് വലിയൊരു പുഞ്ചിരി വിടർന്നു. അവിടെ ഉള്ളിലെ അഹങ്കാരം ഒന്നുകൂടി ഉയർന്നു. അപ്പോഴാണ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് അതീവ സുന്ദരിയായ ശ്രുതി അങ്ങോട്ടേക്ക് വന്നത്. ചന്ദ്ര ഉടനെ ശ്രുതിയെ അരികിലേക്ക് വിളിച്ചു. ശ്രുതി, ഇങ്ങോട്ടേക്ക് വാ, നമുക്ക് ഒരുമിച്ച് നിൽക്കാം. അവർ രണ്ടുപേരും ചേർന്ന് നിന്നു. വർഷ കുറെ ഫോട്ടോസൊക്കെ എടുത്തു. ചന്ദ്രയുടെ മുഖത്ത് വാത്സല്യത്തിന്റെ അതിപ്രസരം കാണാമായിരുന്നു. എന്നാൽ ഈ കാഴ്ചകളെല്ലാം കുറച്ചകലെ മാറുന്നത് രേവതി കാണുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകളിൽ സങ്കടം തളം കെട്ടി നിന്നു. താനും ആ വീട്ടിലെ കുട്ടിയല്ലേ, തന്നെയും ഒരു മോളെ പോലെ കണ്ടിരുന്നുവെങ്കിൽ ചന്ദ്രാനി തന്നെയും ആ ചേർത്തുപിടിക്കൽ ഉൾപ്പെടുത്തുമായിരുന്നില്ലേ? എനിക്ക് ഈ അമ്മയുടെ സ്നേഹം ആഗ്രഹിക്കാനുള്ള അവകാശം പോലുമില്ലേ? രേവതിയുടെ തൊണ്ടയിൽ ഒരു സങ്കടം വന്ന് വിങ്ങുന്നുണ്ടായിരുന്നു. അവൾ മുഖം കുനിച്ചു. അവൾ അങ്ങനെ നിൽക്കുന്നത് വർഷയുടെ ശ്രദ്ധയിൽപ്പെട്ടു. വർഷയ്ക്ക് കാര്യം മനസ്സിലായി. അവൾ വേഗം രേവതിയെ അടുത്തേക്ക് വിളിച്ചു. രേവതി ചേച്ചി, പണിയൊക്കെ കഴിഞ്ഞോ? വാ, നമുക്കൊരുമിച്ചൊരു ഫോട്ടോ എടുക്കാം. വർഷ സ്നേഹത്തോടെ അവളെ വിളിച്ചു. അവൾ രേവതിയെ പിടിച്ച് ചന്ദ്രയുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. എന്നാൽ രേവതിയെ കണ്ടപ്പോൾ ചന്ദ്രമതിയുടെ മുഖം മാറി. അതുവരെയുണ്ടായിരുന്ന പുഞ്ചിരി അങ്ങ് മാഞ്ഞു. ഓ, എനിക്ക് വിശന്നിട്ട് പാടില്ല, ഞാൻ കഴിക്കാൻ വേണ്ടി പോവാ. ചന്ദ്ര പെട്ടെന്ന് മുഖം വെട്ടിച്ചു പറഞ്ഞു. രേവതി ഒന്ന് നോക്കുകയോ ചിരിക്കുകയോ ചെയ്യാതെ അവർ ധൃതിയിൽ അവിടെ നിന്നും നടന്നുപോയി. ആ പോക്ക് രേവതിയുടെ ഹൃദയത്തിൽ ഒരു കൂരമ്പ് പോലെയാണ് തറച്ചത്. അവൾ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിന്നു. അവളുടെ കണ്ണുകളിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ അടർന്നു വീഴാൻ വെമ്പി നിന്നു. വർഷയ്ക്ക് ചന്ദ്രമതിയുടെ പ്രവൃത്തിയിൽ കടുത്ത ദേഷ്യം തോന്നി. അവൾ രേവതിയുടെ തോളിൽ കൈതട്ടി ആശ്വസിപ്പിച്ചു. ആന്റി പോവുകയാണെങ്കിൽ പോട്ടെ ചേച്ചി. ആന്റിയുടെ വിചാരം എന്താ, അവർ വലിയ സെലിബ്രിറ്റി ആണെന്നോ? അവരുടെ കൂടെ ഫോട്ടോ എടുത്താലേ ഭംഗിയുണ്ടാകൂ എന്നൊക്കെ. നമുക്ക് ഫോട്ടോ എടുക്കാൻ ചേച്ചി. ഇവിടെ ചേച്ചിയെ കാണാനാണ് ഏറ്റവും ഭംഗി. വർഷ തന്റെ മൊബൈൽ ഫോൺ ഉയർത്തിപ്പിടിച്ച് രേവതിയുടെ മുഖത്ത് ഒരു മങ്ങിയ പുഞ്ചിരി വരുത്താൻ ശ്രമിച്ചു. അവർ രണ്ടുപേരും ചേർന്ന് ഫോട്ടോസൊക്കെ എടുത്തു. എങ്കിലും രേവതിയുടെ ഉള്ളിലെ ആ ഒരു മുറിവ് അത്ര പെട്ടെന്നൊന്നും ഉണങ്ങുന്നുണ്ടായിരുന്നില്ല.